ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം. മുഖം നോക്കാതെ മറുപടി പറയാൻ കഴിയണം. ഇത് രണ്ടും സാധിക്കാത്തവർ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഒരുപാട് പ്രയാസപ്പെടും. ജീവിതത്തിൽ ഒന്നിനും അധികം കാത്തിരിക്കരുത്. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ ജീവിതം കടന്നുപോകും. ജീവിതത്തിൽ ഭയപ്പെടാൻ വിനിയോഗിക്കുന്ന സമയവും ഊർജവും പ്രവൃത്തികൾക്ക് നൽകിയാൽ ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തകർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നമുക്ക് തളർന്ന് വീഴാതിരിക്കാൻ കഴിയൂ. ഇന്നലകളിലെ നഷ്ടങ്ങളെക്കുറിച്ച് നിരാശപ്പെടേണ്ട. നാളത്തെ അവസ്ഥയെക്കുറിച്ച് ആകുലപ്പെടുകയും ചെയ്യേണ്ട. ഇന്ന് നാം സന്തുഷ്ടരാണോ എന്നതിലാണ് കാര്യം. നമുക്ക് ആഗ്രഹങ്ങൾ എന്തിനോടുമാകാം. പക്ഷേ നമ്മൾ അർഹിക്കുന്നതിനു മാത്രം ആഗ്രഹിച്ചാൽ തീരാവുന്നതേയുള്ളൂ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും. അവനവൻ്റെ കാര്യലാഭത്തിനു വേണ്ടി മാത്രം നമ്മളുമായി അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. ഓരോ പ്രവൃത്തിയുടെയും വിജയത്തിനു ശേഷം ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താല്പര്യം വർദ്ധിക്കുന്നു. എത്രത്തോളം നമ്മളിൽ താല്പര്യമുണ്ടോ അത്രത്തോളം മികച്ച വിജയവും നേടാനാകും. അപരിചിതരോട് കാണിക്കുന്ന ആദരവും സ്നേഹവും ആത്മബന്ധം ഉള്ളവരോടും കൂടി കാണിക്കുകയാണെങ്കിൽ പല ബന്ധങ്ങളും കൂടുതൽ ഊഷ്മളമാകും. നന്ദി വാക്ക് പറയാൻ മറന്നാലും കുറ്റം പറയാൻ മറക്കില്ല ചില മനുഷ്യർ. ചിലതൊക്കെ കൃത്യമായി മനസ്സിലായാലും ഒന്നും മനസ്സിലാവാത്ത പോലെ ഭാവിച്ച് നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഏതവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്ത് മറ്റൊരാൾക്കും നമ്മുടെ സന്തോഷത്തെ തകർത്തെറിയാൻ ആവില്ല. തുടർച്ചയായി പോസിറ്റീവ് ചിന്തകളിലൂടെ മാത്രം കടന്നുപോകുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. എത്ര പ്രതികൂലമായ സാഹചര്യത്തെയും അനുകൂലമാക്കാൻ നമ്മുടെ മനസ്സിന് കഴിയും. ഏതൊരു വ്യക്തിയുടെയും വിജയപരാജയങ്ങളെ നിയന്ത്രിക്കുന്നത് അവയോടുള്ള നമ്മുടെ സമീപനമാണ്. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ്. സമാധാനം കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിൽ നിന്നല്ലാതെ പുറത്ത് എവിടെ അന്വേഷിച്ച് നടന്നാലും അത് ലഭിക്കില്ല. അവകാശം പറയാൻ കഴിയാത്ത ആത്മബന്ധങ്ങളെ നമ്മൾ ഒരുപാട് ചേർത്ത് പിടിക്കും. മനസ്സിൽ അവർക്കുള്ള സ്ഥാനം ആർക്കും കൊടുക്കാതെ. പക്ഷെ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ അവർ നമ്മുടെ ആരുമല്ലാതെയാവും. ലോകം എത്ര മാറിയാലും നമുക്ക് സന്തോഷമായിരിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്ന ദിവസം ജീവിതം സന്തോഷകരമാകും. നീ ആരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവോ അവർക്ക് നിന്റെ മനസ്സിനെ അത്രത്തോളം വേദനിപ്പിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും.